64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം വളരെ നല്ല രീതിയിൽ തന്നെയാണ് സജ്ജമായിരിക്കുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് എല്ലാ മേഖലകളിലും പ്രവർത്തനം നടന്നു പോകുന്നത്. അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും വേർതിരിച്ചിടുന്നതിന് വേണ്ടി പ്രത്യേക വേസ്റ്റ് ബിന്നുകൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ കുടിവെള്ള വിതരണം വളരെ ഭംഗിയായി നടക്കുന്നു. വേസ്റ്റ് വെള്ളം പോകുന്നതിന് വേണ്ടി അത് പമ്പിങ് ചെയ്ത് അത് വണ്ടികൾ വഴി കൊടുത്തു വിടുന്നുണ്ട്. ജൈവ മാലിന്യം ആയ വാഴയില അതിൻ്റെ അടിയിലുള്ള പേപ്പറുകൾ മാറ്റി വാഴയില മാത്രം കോർപ്പറേഷൻ്റെ OWC പ്ലാന്റിലേക്ക് നമ്മൾ സംസ്കരിച്ച് കൊടുത്തുവിടുന്നു. അതുപോലെ അജൈവ മാലിന്യങ്ങൾ പറവട്ടാനിയിലുള്ള MCFൽ കൊടുത്തിട്ട് അവിടെ സംസ്കരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ഒരുക്കി വരുന്നു. കലോത്സവത്തിൻ്റെ എല്ലാ ദിവസവും രാവിലെ തന്നെ കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം തൊഴിലാളികളെ വെച്ചിട്ട് ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും ഭംഗിയായി തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കലോത്സവത്തിൻ്റെ അവസാന ദിവസം വരെ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന കലോത്സവത്തോടനുബന്ധിച്ച് നമ്മൾ വളരെ ഭംഗിയായിട്ടൊരു ആഘോഷമായിട്ടാണ് തൃശ്ശൂർ ഇതിനെ കൊണ്ടാടുന്നത്. എല്ലാ വേദികളിലും അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അതാണ് ഗ്രീൻ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഹരിത പെരുമാറ്റ ചട്ടം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 തരത്തിലുള്ള ബിന്നുകൾ വയ്ക്കുന്നുണ്ട്. ജൈവ മാലിന്യങ്ങൾ വേറെയും അജൈവ മാലിന്യങ്ങൾ വേറെയും അതിൽ നിക്ഷേപിക്കണം എന്നാണ് മറ്റുള്ള ആളുകളോട് പറയാനുള്ളത്. അതുകൂടാതെ ബോട്ടിൽ ബൂത്തുണ്ട്. കാരണം നല്ല ചൂടാണ്, ആളുകൾ വെള്ളം കുടിച്ച് ബോട്ടിൽ അവിടെ ഇവിടെ ഇടുന്നത് കൂടുതൽ മാലിന്യം ഉണ്ടാക്കാൻ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ ഇതിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഗ്രീൻ പ്രോട്ടോക്കോളിന്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തു വരുന്നത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഭംഗിയായിട്ട് റീയൂസ് നമ്മൾ വീണ്ടും എത്രത്തോളം മാലിന്യം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് ഈ ആഘോഷം നമുക്ക് കൈകാര്യം ചെയ്യണം. അതിനൊപ്പം ഉണ്ടാകുന്ന കുറച്ച് മാലിന്യം വേർതിരിച്ച് നിക്ഷേപിച്ച് വേർതിരിച്ച് സംസ്കരിക്കുന്നതിനാവശ്യമായ രീതിയിൽ ഞങ്ങളെ സഹായിക്കണം എന്നാണ് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. താങ്ക് യു.